മിഡിൽ വെയ്റ്റ് ഡിവിഷനിൽ ഇനി നടക്കാൻ സാധ്യതയുള്ളൊരു സൂപ്പർ ഫൈറ്റ് ആണ് ഡ്രൈക്കസ് സ്റ്റിൽനോക്സ് ഡുപ്ലസി വേഴ്സസ് ഖംസത്ത് ബോർഷ്മായോ. സ്റ്റിൽനോക്സ്, ഡ്രൈക്കസിൻ്റെ നിക് നെയിം സ്റ്റിൽനോക്സ് ആണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് നാൾ മുമ്പ് അറിയുന്നത്. മറ്റേ തോമസ് മില്ലറിൻ്റെ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നത് കേട്ടായിരുന്നു. അന്നേരമാണ് ഞാൻ അറിയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വല്ല ബ്ലാക്ക് പാന്തർ, പുള്ളി വൈറ്റ് ആയതുകൊണ്ട് വല്ല വൈറ്റ് പാന്തർ ഒന്നും കാണാമായിരുന്നു. അല്ല വേണ്ട, എന്തായാലും സ്റ്റിൽനോക്സ് ഡുപ്ലസി വേഴ്സസ് ഖംസത്ത് ചിമായോ. ഖംസത്ത് ചിമായോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര നാളും കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ഫൈറ്റാണിത്. അതായത് ഖംസത്തിന് കിട്ടുന്നൊരു ടൈറ്റിൽ ഷോട്ട്. അതായത് 2020 പുള്ളി US വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ബാക്ക് ടു ബാക്ക് 10 ദിവസത്തെ ഗ്യാപ്പിൽ 2 ഫൈറ്റ് ചെയ്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 ജോൺ ഫിലിപ്പും 2 റൈസ് മക്കിയാണ്. അതിന് ഈ 2 പേരെ ഫൈറ്റ് ചെയ്തിട്ട് അതും US നമ്മളങ്ങനെ കാണാത്തൊരു കാര്യമാണ്. അടുപ്പിച്ച് 10 ദിവസത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ ഫൈറ്റ് ചെയ്യാറ്. അന്നേരം നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും മറ്റേ ഇക്രം അലിസ്ക്രോവിനെ KO ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അന്നത്തേക്ക് പിന്നീടുള്ള കുറച്ച് പെർഫോമൻസോടെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഉറപ്പിച്ച് വരുന്നടാ നമ്മൾ കാത്തിരുന്ന ട്രിപ്പിൾ ചാമ്പ്യൻ. അതായത് നമുക്കറിയാം ഒരു ജനറേഷണൽ ടാലൻ്റാണ് വരുന്നത്. അതായത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തൊരു ടാലൻ്റാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അന്നേരം അത് മാത്രമല്ല, ഖംസത്തിൻ്റെ കാര്യത്തിൽ പലരും ഇതുപോലെ റെസ്ലിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് കാര്യങ്ങൾ ചുരുക്കിയപ്പോഴത്തേക്ക് ഖംസത്ത് ഇതുപോലെ പറഞ്ഞു, ഞാൻ റെസ്ലർ മാത്രമൊന്നുമല്ല, എൻ്റെ സ്ട്രൈക്കിംഗ് കണ്ടോണം, അല്ല എൻ്റെ ബോക്സിംഗ് കണ്ടോണം എന്നിങ്ങനെ പറഞ്ഞു. അതിൻ്റെ തൊട്ടുപുറകെ തന്നെ മറ്റേ ഗറൽ മീഷാട്ടുമായിട്ടുള്ള ഫൈറ്റിൽ പുള്ളി ഒരു റെസ്ലറാണ്. അതായത് ഖംസത്തിനെ കുറച്ച്, അതായത് ഖംസത്തിന് റെസ്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ കാണാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പുള്ളിയെ KO ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഖംസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജനറേഷണൽ ടാലൻ്റാണ്, ഒന്നാന്തര റെസ്ലറാണ്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം KO പവറൊക്കെ ഉള്ള നല്ലൊരു ഡീസൻറ്റ് ബോക്സറാണ്. അതിന് ഖംസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര നാൾ മുമ്പേ പുള്ളിക്ക് ടൈറ്റിൽ ഷോട്ട് കിട്ടേണ്ടതാണ്. 2020 വന്നതാണ്. അതിൻ്റെ എത്ര നാൾ മുമ്പേ കിട്ടേണ്ടതാണ് ടൈറ്റിൽ ഷോട്ടൊക്കെ. പക്ഷേ ഇപ്പോഴും പുള്ളി കഴിഞ്ഞിവിടെ വന്നേക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ചാമ്പ്യൻസൊക്കെ ആയി. മാത്രമല്ല, നമ്മളിതുപോലെ പറയും അലക്സ് പെരേര എന്ന് പറയുമ്പം ഖംസത്ത് എന്താവും നമ്മൾ ആഗ്രഹിച്ചോ അതാണ് അലക്സ് പെരേര. അല്ലെങ്കിൽ ഇലിയട്ട് പെരേരയുടെ കാര്യമാണെങ്കിൽ ഖംസത്ത് ആരാവും നമ്മൾ ആഗ്രഹിച്ചോ അതാണ് ഇലിയട്ട് പെരേര നമ്മൾ പറയത്തില്ലേ. അതായത് അത് കഴിഞ്ഞ് വന്നവർ പോലും, അത് കഴിഞ്ഞിട്ട് പേരെടുത്ത ആൾക്കാർ പോലും ഇതുപോലെ ചാമ്പ്യനൊക്കെ ആയിട്ട് നിൽക്കുന്നു. അന്നേരം ഖംസത്ത് ഇപ്പോഴും ടൈറ്റിൽ ഷോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഉറപ്പില്ല. DDP ആയിട്ടുള്ള ഫൈറ്റ് നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. അങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ അത് നടന്നാൽ കൊള്ളായിരുന്നു. മാത്രമല്ല, ഈ ഒരു ഫൈറ്റ് ഖംസത്ത് തോക്കെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഖംസത്ത് ഇതുപോലെ വന്നിട്ട്. അതായത് ഇപ്പം ഒരു വെൽറ്റർ വെയ്റ്റിൽ, മിഡിൽ വെയ്റ്റിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ലൈറ്റ് ഹെവി വെയ്റ്റിൽ വേണമെങ്കിൽ പോയി ബെൽറ്റ് എടുക്കാൻ പറ്റും. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ ചാമ്പ്യൻ മെറ്റീരിയലാണ് ഖംസത്ത്. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് സകല ഫാക്ടേഴ്സും, അതായത് സകല കാര്യങ്ങളും കാലം മുഴുവൻ മൊത്തത്തിൽ ഖംസത്തിനെ പുറകോട്ട് വലിക്കുന്ന പോലെ ആയിപ്പോയി. കാര്യം ഇപ്പം കോവിഡിനെ തുടർന്നുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ അത് തന്നെ പുള്ളിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇതുപോലെ കാർഡിയോ ഇഷ്യൂ വന്നേക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പുള്ളിയുടെ മകന് ഇഷ്യൂ വന്നേക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റേ ചെച്ചിൻ ഒളുകാർക്ക് റംസൻ ഖദ്രയുമായിട്ടുള്ള ബന്ധം, അതിനെ തുടർന്ന് US ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെ സകല ഫാക്ടേഴ്സും, അതായത് എന്തൊക്കെ പ്രശ്നമാകാമോ ആ കാര്യങ്ങൾ മുഴുവൻ പുള്ളിയെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ റെഡി ആയിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിറ്റേക്കർ ഫൈറ്റോട്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് ഞാൻ ശരിക്കും കരുതി ഖംസത്ത് ഇതുപോലെ പാടുപെടും. അതായത് നമ്മളെല്ലാവരും കരുതി വിറ്റേക്കർ ഇതുപോലെ ആൻറ്റി റെസ്ലറാണ്, ഖംസത്ത് പിന്നെ ഇത്രയും നാളത്തെ ഒരു ബ്രേക്കിൽ നിന്ന് വരികയാണ്, അതുപോലെ പുള്ളിയുടെ മെൻറ്റാലിറ്റി പഴയ പോലെ ഇല്ല. മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ടൊരു ഖംസത്തിനെ ആയിരുന്നില്ല വിറ്റേക്കർ ഫൈറ്റിൽ കണ്ടത്. കണ്ണാടിയൊക്കെ വെച്ചിട്ട് പഴയ ഒരു ടെറിഫൈങ് ഖംസത്തൊക്കെ മാറിയിട്ട് ഭയങ്കര സോഫ്റ്റ് സ്പോക്കണായിട്ട്, അതായത് നമ്മൾ പ്രൊഫസർ ഖംസത്തൊക്കെ വിളിക്കുന്ന രീതിയിൽ ആ ഒരു ഖംസത്തിനാണ് നമ്മളവിടെ കണ്ടത്. അന്നേരം നമ്മളിതുപോലെ കരുതി ഖംസത്തിൻ്റെ പഴയ ഫയറൊക്കെ പോയി, ഖംസത്ത് ഇനി ജയിക്കുമോ ഇല്ലയോ, എനിക്ക് ഭയങ്കര സങ്കടമാണ് ശരിക്കും. പക്ഷേ ഫൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്ന് വെച്ചാൽ ആ ഒരു പഴയ ഖംസത്ത് തിരിച്ചു വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇവിടെ ആ ഒരു ഫൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാനിവിടെ എണ്ണിട്ട് ചാടി എൻ്റെ കസേര ഇവിടെ മലനടിച്ച് വീണ്. അന്നേരം ആ രീതിയിൽ സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ അമേരിക്കയിൽ വെച്ച് നടക്കുന്നതിൽ ഇപ്പോഴും കുഴപ്പമുണ്ട്. മറ്റേ ഖദ്രവുമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിഷയമുണ്ട്. അത് നമ്മുടെ അങ്കിൾ തന്നെ നോക്കിക്കൊള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളിക്കാരൻ ഇപ്പം റിപ്പബ്ലിക്കൻസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ, ട്രംപുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ട്രംപിനെയൊക്കെ സോപ്പിട്ടിട്ട് അമേരിക്കയിൽ ഫൈറ്റ് നടത്തിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നടത്തിച്ചാൽ കൊള്ളായിരുന്നു. അതിന് പിന്നെ അവൻ്റെ കരിയർ കുറച്ചുകൂടെ സ്പീഡ് റൺസൊക്കെ ചെയ്തിട്ട് കൂടുതൽ ഫൈറ്റ്സ് കൊടുക്കുകയും കൂടുതൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും ഫസ്റ്റ് കടമ്പ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഡുപ്ലസി ഫൈറ്റ് ചെയ്യണം. പിന്നെ ഈ മിഡിൽ വെയ്റ്റ് ഡിവിഷനിലെ ടൈറ്റിൽ ഷോട്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒരേപോലെ ഡിസേർവിംഗ് ആണ് ഖംസത്തും അതിൻ്റെ കൂടെ തന്നെ നസറുദ്ദീൻ ഇമാമുവും. രണ്ടും ഡിസേർവിംഗ് ആണ്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സൈറ്റിംഗ് മാച്ചപ്പായിട്ട് തോന്നുന്നത് DDP വേഴ്സസ് ഖംസത്താണ് ഒബ്വിയസ്ലി. കാര്യം രണ്ടിൻ്റെയും ട്രാഷ് ടോക്ക് ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും ഈ ഫൈറ്റിന് മുമ്പ് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും എന്നാൽ അതുപോലെ തന്നെ ഫൈറ്റും അതുപോലെ തന്നെ അടിപൊളിയായിരിക്കും. അതിന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഖംസത്ത് എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ഫിനിഷ് ചെയ്യാൻ നോക്കും. പക്ഷേ ഫിനിഷ് ആയില്ല, പകരം ഒരു തേർഡ് റൗണ്ടൊക്കെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ DDP ഖംസത്തിനെ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസിഷനിൽ പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത്.
എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൻ്റെ കാര്യം നമുക്ക് പിന്നീട് പറയാം, അതാണ് മെയിൻ കാര്യം. പക്ഷേ സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഖംസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഒരു മോശം സ്ട്രൈക്കറൊന്നുമല്ല. ഖംസത്ത് നല്ല ഒന്നാം തരം ബോക്സറാണ്, അടിപൊളി സ്ട്രൈക്കറാണ്, അതുപോലെ തന്നെ KO പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് ബെറ്റർ സ്ട്രൈക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DDP ആണ്. കാരണം ഖംസത്തിൻ്റെ ബോക്സിങ് അത് ഒഫൻസീവ് ബോക്സിങ് നല്ലതാണെങ്കിലും ഡിഫൻസീവായിട്ട് പുറകോട്ട് പോകുകയാണെങ്കിൽ, അതായത് ഇപ്പം ഖംസത്തിനെ വാക്ക് ഡൗൺ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഖംസത്തിൻ്റെ മുമ്പിലോട്ട് കയറി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഖംസത്തിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഖംസത്തിൻ്റെ ഡിഫൻസീവ് ബോക്സിങ് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രശ്നമുള്ളതാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഇടി ഇങ്ങോട്ട് കിട്ടും. അത് നമ്മൾ ഉസ്മാൻ ഫൈറ്റിലും അതുപോലെ തന്നെ ഗിൽബർട്ട് ബേൺസ് ഫൈറ്റിലും നമ്മൾ കണ്ടതാണ്. പിന്നെ ഗിൽബർട്ട് ബേൺസ് ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ ഒരു ബ്രോളിങ്ങിന് എന്തായാലും ഖംസത്തിന് നിൽക്കത്തില്ല. കാര്യം ഖംസത്ത് ശരിക്കും മെൻ്റലി തകർന്ന ഒരു ഫൈറ്റാണ് ഗിൽബർട്ട് ബേൺസ് ഫൈറ്റ്. കാരണം ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ അതായത് ആ ഒരു ബ്രോളിങ്ങിന് നിന്നെയാണ് കോച്ചൊക്കെ കോർണറിൽ കിടന്ന് പറയുന്നത് നമ്മൾ കേട്ടത്, അതായത് ബ്രോളിങ്ങിന് നിൽക്കാതെ എന്ന് പറയുന്നത് കേട്ടതാണ്. പക്ഷേ ഖംസത്ത് ബ്രോൾ ചെയ്യാൻ നിന്നു, പക്ഷേ അതുപോലെ തന്നെ കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നു. മാച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ജയിച്ചെങ്കിൽ പോലും ഖംസത്തിനെ ശരിക്കും മെൻ്റലി ഷാറ്റർ ചെയ്തൊരു ഫൈറ്റാണ് ബേൺസ് ഫൈറ്റ്. മാത്രമല്ല ഖംസത്തിന് കുറേ വീക്ക്നെസ്സുകൾ എക്സ്പോസ് ചെയ്തൊരു ഫൈറ്റും കൂടാണ് ബേൺസ് ഫൈറ്റ്. അതിന് അവിടെയാണ് നമ്മൾ ഖംസത്തിൻ്റെ കാർഡിയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അന്നേരം ഈ പറയുന്ന കോവിഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഖംസത്ത് എത്രത്തോളം ഗുഡാണ് എന്ന് നമുക്കിപ്പോഴും സംശയമുണ്ട്. കാരണം നമുക്കിപ്പോഴും ഖംസത്തിൻ്റെ കാർഡിയോയുടെ കേസിൽ ഡൗട്ടുണ്ട്. അതായത് ഖംസത്ത് ഇപ്പോഴും നല്ല കാർഡിയോ ഉണ്ടോ അതോ കാർഡിയോ കോംപ്രമൈസ്ഡ് ആയോ എന്നൊക്കെ. എന്തായാലും ഖംസത്ത് ഇപ്പം പുതിയൊരു ടീമിൻ്റെ കൂടെയാണ്. ഖംസത്ത് കുറച്ചുകൂടെ നന്നായിട്ട്, അതായത് കുറച്ചുകൂടെ സയൻറ്റിഫിക്കലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നേരത്തെ ഖംസത്ത് പോലെ ഓവർ ട്രെയിൻ ചെയ്യുകയും അങ്ങനെ ബോഡിയെ കുറേ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഖംസത്ത് പ്രോപ്പർലി ട്രെയിൻ ചെയ്യുകയാണെന്നും അതുപോലെ തന്നെ കാർഡിയോ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇപ്പോൾ അറിയുന്നുണ്ട്. എന്തായാലും ഖംസത്ത് ഇപ്പം സർപ്രൈസിംഗ്ലി ഇപ്പം ഫൈറ്റിൽ വന്നിട്ട് ഒരു 4th റൗണ്ടൊക്കെ നല്ല ഉഷാറിൽ കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അന്നേരം നമുക്ക് കാർഡിയോയുടെ കേസിൽ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല ഖംസത്ത് ക്ഷീണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും ഈ പറയുന്ന കോവിഡ് കോംപ്ലിക്കേഷൻസിൻ്റെ ആണോ അതോ ഈ പറയുന്ന പ്രോപ്പർ ഈ കാർഡിയോ ഇഷ്യൂനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണോ നമുക്ക് അറിയത്തില്ല. എങ്കിലും ഒരു കാർഡിയോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്, അറിയില്ല എന്തൊക്കെയാണെന്ന്. അതും സ്ട്രൈക്കിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. DDPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ DDP നല്ല ഒന്നാന്തര സ്ട്രൈക്കറാണ്. DDPയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതുപോലെ പുള്ളിയെ പ്ലോട്ട് ആർമർ എന്നൊക്കെ വിളിക്കും, അതായത് ടെക്നിക്കൽ അല്ലെന്നൊക്കെ പറയും. പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ലെന്ന് ആൾക്കാർ കളിയാക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി റിസൾട്ടിലേക്ക് വരുമ്പോൾ പുള്ളി മാച്ച് ജയിക്കുകയും ചെയ്യും. ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരത്തേക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആൾക്ക് മനസ്സിലാവാത്ത തന്നെ DDP ഭയങ്കര ടെക്നിക്കലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം DDP താണ്ട് ഇങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ് DDP ജയിക്കുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിന് ഇവർക്ക് റിപ്ലൈ ആയിട്ട് DDP ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടതാണ്, ഇതുപോലെ പലരും എൻ്റെ സ്റ്റൈൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഭയങ്കര ടെക്നിക്കലാണ്, അന്ന് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഞാൻ വിചാരിക്കും ഇത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. DDP പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് DDP പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമാതിരി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് തോന്നിയ കാര്യം അപ്പം ചെയ്തു, ഞാൻ അങ്ങനെ ജയിക്കുന്നു എന്നുള്ള രീതിയിലാണ് DDP പറയുന്നത്. And people are breaking down my style and saying how smart it is. And a lot of those things I go, what are you talking about? I don't even think about that. People are going, oh, look how he's planned, he steps inside with his foot then outside. And I go, what? ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം DDP കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനേക്കാളും DDP സൂപ്പർ ടാലൻ്റാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ DDP ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതായത് ഒരു യൂണിഫോം പാറ്റേൺ ഒന്നും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. DDPക്ക് അപ്പം തോന്നുന്ന കാര്യം DDP ചെയ്യും, ജയിക്കുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഓരോ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ DDP പല ഫൈറ്റുകളിലും പുറയിലായിരിക്കും. അതായത് ഇപ്പം ആ ഒരു ഔട്ട് സ്ട്രൈക്ക് ചെയ്യപ്പെടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ ഓരോ റൗണ്ട് പോകുന്നതോറും DDP പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. DDP അഡ്വാൻസ് ആയിട്ട് കയറി വരുന്നതുകൊണ്ടായിരിക്കും DDP ഔട്ട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഏതെങ്കിലും രീതിയിൽ നോക്കൗട്ട് ചെയ്യുകയോ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോഴും DDP ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കും. അതാണ് DDPയുടെ ഒരു കാര്യം. അന്നേരം സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് DDP ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഒരു ഡ്രാഗൺ ബോൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡ്രാഗൺ ബോളിലെ അതായത് ഗോക്കു വെജിറ്റൊക്കെ അറിയത്തില്ലേ, അതായത് അതിനകത്തിൽ അൾട്രാ ഇൻസ്റ്റിങ്ക്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ. അതായത് നമ്മളിപ്പോൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കാതെ തന്നെ ബോഡി മൂവ് ചെയ്യുക. അതായത് നമ്മൾ കരുതി കൂട്ടി ഓരോന്നും ചെയ്തതിനേക്കാൾ മുമ്പേ കാര്യങ്ങൾ ബോഡി തന്നെ ചെയ്തില്ലേ. ഏറെക്കുറെ അതുപോലെയാണ് DDP ഫൈറ്റ് ചെയ്യുന്നത്. അതായത് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും, അത് ഫലിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ പുള്ളിയുടെ ഫുട് വർക്കിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ഹെവി ഫുട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ തുള്ളിച്ചാടി നിൽക്കുന്നു. പക്ഷേ DDP എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുട് വർക്കും ഇല്ല, നേരെ നടന്ന് കയറി വരിക ഇടിക്കുക. അതുകൊണ്ട് തന്നെ DDP എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അപ്പം ആ ഒരു നടന്ന് കയറി വരുന്നത് കൊണ്ട് തന്നെ പറയുന്നതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും പറ്റും, അതുപോലെ ആ ഫുൾ പവറിൽ ഇടിക്കാനും പറ്റും. ഇതാണ് DDP ശരിക്കും ചെയ്യുന്നത്. അത് മാത്രമല്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം DDPക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാറ്റേൺ ഇല്ല. അതായത് ഇപ്പം രണ്ടുപേരും ഇപ്പോൾ ഫൈറ്റ് ചെയ്യാന്ന് വെച്ചോ, അന്നേരത്തേക്ക് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതിന് ഓരോ ഫൈറ്റേഴ്സും ഈ ഒപ്പണൻറ്റിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം മുഖത്ത് പഞ്ച് ചെയ്യുന്ന നേരത്ത് ഹെഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു,
എന്നിട്ട് വീണ്ടും പഞ്ച് ചെയ്യുന്ന നേരത്ത് ഹെഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതിന് ഈ ഒരു പാറ്റേൺ 2 വട്ടം കാണുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് ആ ഒരു അങ്ങോട്ട് ഹെഡ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കിക്ക് ചെയ്യാൻ നോക്കുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്ലിഞ്ച് ചെയ്യുക, അതുപോലത്തെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇത് ശരിക്കും DDP അടുത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ DDP ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു കിക്ക് ചെയ്യുക, ഒരു പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. പക്ഷേ DDPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് ഹെഡ് പോകുന്നതെന്നോ അല്ലെങ്കിൽ ബോഡി എങ്ങോട്ടാണ് ചെയ്യുന്നതെന്നോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് DDP ഒരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് DDPയുടെ ഹെഡ് എവിടെയാണ്, കൈ എവിടെയാണ്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. പല രീതിയിലാണ് DDPയുടെ ബോഡി പോകുന്നത്. അല്ല, ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതായത് പ്യൂർ ഇൻസ്റ്റിങ് വെച്ചിട്ടാണ് DDP ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഹൈലി ടെക്നിക്കലൊന്നും അല്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും DDP പോലും അറിയാം DDP ടെക്നിക്കലാണ്. മാത്രമല്ല DDP സൂപ്പർ സ്കിൽഡാണ്. അതായത് ഇപ്പം പഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പറയുന്ന കിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ക്വസ്റ്റ്യൻ മാർക്ക് കിക്കൊക്കെ ചെയ്യുന്ന കാരണം നമ്മുടെ ഉമർ ചെയ്യത്തില്ലേ, അതായത് ഭയങ്കര ടയർഡായിട്ട് നിൽക്കുമ്പോൾ ഉമർ ക്വസ്റ്റ്യൻ മാർക്ക് കിക്കൊക്കെ ചെയ്യത്തില്ലേ, ഏറെക്കുറെ ആ രീതിയിലാണ് എനിക്ക് DDPയുടെ ഫൈറ്റ് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അതുപോലെയാണ് DDP ഫൈറ്റ് ചെയ്യുന്നത്. സൂപ്പർ ടെക്നിക്കലാണ്, ടെക്നിക്കൽ അല്ലെന്ന് തോന്നുമെങ്കിൽ പോലും. അന്നേരം ഇപ്പം സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ DDPക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം DDP ഇതുപോലെ അഡ്വാൻസ് ആയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഹംസത്തിൻ്റെ ആ ഒരു ഡിഫൻസീവ് ബോക്സിങ് അത്ര ഇമ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് തന്നെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ബ്രോളിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ DDPയെ തോപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഹംസത്ത് ബ്രോളിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തോക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് സ്ട്രൈക്കിങ്ങിനോ മറ്റോ നിൽക്കുമോ നമുക്കറിയത്തില്ല. പിന്നെ നമ്മളിതുപോലെ നോക്കിയിരിക്കുന്ന കാര്യം, അതായത് ഹംസത്ത് മിക്കവാറും എല്ലാ ഫൈറ്റിലും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഫിനിഷ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഹംസത്ത് മിക്കവാറും എല്ലാ മാച്ചിലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ നെക്കിലേക്ക് പോവുക. ഹംസത്തിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം നെക്കിലാണ്. അതായത് നേരെ പോയി കാലേ വീഴുക, അല്ലെങ്കിൽ ഈ പറയുന്ന ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുക, ബാക്ക് ടേക്ക് ചെയ്യുക, റിയർ നേക്കഡ് ചോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് പിടിക്കുന്ന പിടിയാലെ കിട്ടുക, ഡാർസ് ചെയ്യുക. ഇതാണ് ഹംസത്ത് ചെയ്യുന്നത്. ഡയറക്റ്റ് നെക്കിലേക്കാണ് ഹംസത്ത് ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം ഒപ്പോണൻ്റ് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ സബ്മിഷൻ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റിയർ നെക്കഡ് ചോക്ക് അത് ഡിഫെൻഡ് ചെയ്യുക. അതായത് ചോക്ക് കിട്ടാതിരിക്കാൻ ഡിഫെൻഡ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഇനിഷ്യൽ റൗണ്ട്സിൽ ഒപ്പോണൻ്റ് ചെയ്യാനുള്ളത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഹംസത്തിൻ്റെ ആ ഒരു കാലേവിടലാവട്ടെ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ടേക്കിലാവട്ടെ, അത് ഏറെക്കുറെ അത് ഇന്നവിറ്റബിളാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഖബീബിൻ്റെ കാര്യം. ഖബീബ് ഒരു ഒക്ടഗണിൽ കയറിയിട്ട് ഒപ്പണൻറ്റിനെതിരെ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഖബീബ് എല്ലാ ഫൈറ്റിലും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം പുതിയ പ്ലാനുമായിട്ട് വരുമോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇപ്പം ഇസ്ലാം മഹാശിവൻ്റെ കൂട്ട് പുതിയ കിക്കുമായിട്ട് അങ്ങനെയൊന്നുമല്ല. ഖബീബ് എക്സാക്ട്ലി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഒപ്പണൻറ്റിന് അത് തടയാൻ പറ്റത്തില്ല. ഖബീബ് എന്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. സെയിം കാര്യമാണ് ഇപ്പോൾ ചിമായോൻ്റെ കാര്യത്തിൽ. ഹംസത്ത് ഇപ്പോൾ നേരെ ചാടി അങ്ങോട്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉസ്മാനായിരുന്നു. ഉസ്മാന് പോലും പറ്റിയില്ല. നേരെ വന്ന് പിടിച്ചു, ബാക്ക് ടേക്ക് ചെയ്തു. ഉസ്മാന് പിന്നെ ചെറിയ നെക്കുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ ഡിഫെൻഡ് ചെയ്തു. ഹംസത്തിൻ്റെ റിയർ നെക്കഡ് ചോക്കിനെ തടയാൻ ആകെ 2 വഴി ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്നുകിൽ ചെറിയ നെക്കായിരിക്കണം, അതായത് ഇപ്പം ഉസ്മാൻ്റെ കൂട്ടോ അല്ലെങ്കിൽ വോൾക്കനോസ്കിയുടെ കൂട്ടോ. വോൾക്കനോസ്കി മറ്റേ ബ്രയൻ ഓർട്ടഗായിട്ടുള്ള ഫൈറ്റിൽ ആ ഒരു ഗിലറ്റിൻ ചോക്ക് സർവൈവ് ചെയ്തില്ലേ, അതായത് തല പിങ്കായി, പക്ഷേ എന്നിട്ടും അത് സർവൈവ് ചെയ്തില്ല. അതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വോൾക്കനോസ്കി സ്കില്ലുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചെറിയ നെക്കൂടല്ലേ, അരം ചെറിയ നെക്കായിരിക്കണം. അല്ലെങ്കിൽ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല വൂൾഫ് കോളർ കണ്ട് ഇട്ടുകൊണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. അതായത് പല രാജ്യങ്ങളിൽ ഈ വൂൾഫിൻ്റെ അറ്റാക്കിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടിയുടെ കഴുത്തിൽ മറ്റേ ഇല്ല സ്പൈക്കുള്ള കോളർ വെക്കത്തില്ലേ. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വൂൾഫ് ഇതുപോലെ കഴുത്തിന് അറ്റാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, വൂൾഫിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വൂൾഫ് കോളർ. ഇവിടുത്തെ വൂൾഫ് ആരാ? ഹംസച്ചിമായോ? ഇതൊക്കെ കോയിൻസിഡൻസ് അല്ലേ? എനിവേ, അതിൻ്റെ ഇതാണ് ചെറിയ നെക്കുണ്ടായിരിക്കുക, അങ്ങേയറ്റം ഈ സബ്മിഷൻ ഡിഫൻസ് കൂട്ടുക. അതിന് ഇതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അവിടെയാണ് ശരിക്കും DDPയുടെ ഫിസിക്കാലിറ്റി നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഹംസത്ത് ഇത്രയും ഒരു ഫിസിക്കലി ഇമ്പോസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഫിസിക്കാലിറ്റി ഉള്ളൊരു ഫൈറ്ററിനെ ശരിക്കും ഹംസത്ത് ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഉസ്മാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉസ്മാൻ ഇതുപോലെ വെൽറ്റർ വെയിറ്റിൽ നിന്ന് കയറി വന്ന ആളാണ്. അതും ഷോർട്ട് നോട്ടീസ് ഫൈറ്റാണ്. ഉസ്മാൻ ആദ്യമായിട്ടാണ് മിഡിൽ വെയിറ്റ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഹംസത്തിന് അത്യാവശ്യം നല്ലൊരു ടഫ് ഫൈറ്റ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ സബ്മിഷൻ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന് DDPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ DDPക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഒരു എൻ്റയർ BJJ ടീമിനെയാണ് DDP ഒറ്റയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡ്രൈക്കസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അല്ലെങ്കിൽ ഗ്രാബിൾ ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് DDPയുടെ ബുൾഡോസിങ് സ്ട്രെങ്തിനെ പറ്റിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സൈസും ഒരു ഹ്യൂജ് മിഡിൽ വെയിറ്റാണ് DDP. അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ഹംസത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഫിസിക്കൽ മാച്ചാണ് DDP. അതായത് ഹംസത്ത് ഇത്രയും ഫിസിക്കലി ഇമ്പോസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു ഫിസിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇത്രയും ഒരു ഫിസിക്കാലിറ്റി ഉള്ള ആ ഒരു സൈസിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് ഉള്ള ഒരാളെ ഹംസത്ത് ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉസ്മാനൊക്കെ നേരെ വെൽറ്റർ വെയിറ്റിൽ നിന്ന് കയറി വന്ന ആളാണ്. പിന്നെ വിറ്റേക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഫൈറ്റ് ഹംസത്ത് ജയിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ പിന്നീട് ഇന്ന് നോക്കിയപ്പോഴത്തേക്ക്, അതായത് ആ ഒരു ജയിച്ചിരിക്കുന്ന രീതി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സന്തോഷമായിരുന്നില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രോപ്പർ സബ്മിഷൻ ആയിരുന്നില്ല.
അതായത് റിയർ നേക്കഡ് ചോക്ക് കംപ്ലീറ്റ് ആയിരുന്നില്ല. അതായത് വിറ്റേക്കറിന് ആൾറെഡി ഒരു ജോയ്ക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം റിയർ നേക്കഡ് ചോക്ക് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു പിടുത്തം കിട്ടി, പെട്ടെന്ന് അത് ഒടിഞ്ഞകത്ത് പോയി. അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു പാനിക് ടാപ്പ് ചെയ്തിട്ടാണ് വിറ്റേക്കർ സബ്മിറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ കൺസേൺ ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഖംസത്തിന് ഉസ്മാനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഉസ്മാൻ അവസാനം 3 റൗണ്ട് പിടിച്ചു നിന്നു. ഒരു പക്ഷേ അത് 5 റൗണ്ട് പോയിരുന്നെങ്കിൽ ഉസ്മാൻ ജയിച്ചേനെ. ഓക്കെ, ആ ഒരു കാർഡിയോ ഇഷ്യൂ ഖംസത്തിനുള്ളത് കൊണ്ട് തന്നെ. പിന്നെ വിറ്റേക്കറുള്ള ഫൈറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു പ്രോപ്പർ സബ്മിഷൻ ആയിരുന്നില്ല. അതായത് ഇപ്പം ഈ പറയുന്ന ചിന്നിൻ്റെ അണ്ടറിൽ ഇപ്പം നെക്കിൽ പിടി കിട്ടി അത് സബ്മിറ്റ് ചെയ്യുകയായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ശരിക്കും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എക്സ്പെർട്ടുകളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ ഉസ്മാൻ്റെ കൂട്ടോ ഈ വിറ്റേക്കറിൻ്റെ കൂട്ടൊക്കെ ആൾക്കാരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും ഖംസത്തിൻ്റെ സബ്മിഷൻ ഗെയിം പ്രോപ്പർലി വർക്കാവും എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടുണ്ട്. കാര്യം ഒന്ന്, ഉസ്മാൻ അത് നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു. പിന്നെ വിറ്റേക്കറിൻ്റെ കാര്യത്തിൽ ഈ രീതിയിലാണ് ടാപ്പിംഗ് നടന്നത്, അല്ലാതെ ഒരു പ്രോപ്പർ സബ്മിഷൻ ആയിരുന്നില്ല. അന്നേരം അതും ചെറുതായിട്ട് കൺസേൺ അയക്കുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി DDPയുടെ കൂട്ടൊരാളെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് DDP വിറ്റേക്കറിനെ തോപ്പിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടല്ലേ. മാത്രമല്ല വിറ്റേക്കർ ഇത്ര വലിയ ആൻറ്റി റെസ്ലറൊക്കെ ആയിട്ട് പോലും DDP വിറ്റേക്കറിനെ ടേക്ക് ഡൗൺ ചെയ്യുന്നതിലൊക്കെ സക്സീഡ് ആയിട്ടുണ്ട്. അതിനും DDP ഒട്ടും മോശം ആളല്ല. ശരിക്കും ഖംസത്തിൻ്റെ ഒരു പ്രോപ്പർ ഫിസിക്കൽ മാച്ചാണ് DDP. അന്നേരം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഖംസത്തിന് ശരിക്കും DDPയെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, DDP ഏതൊക്കെ രീതിയിൽ ഡിഫെൻഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഇപ്പം ഖംസത്ത് ഒരു ഫൈറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നേരെ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. നേരെ വന്ന് ഷൂട്ട് ചെയ്യുക, ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ബാക്ക് ടേക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് ഖംസത്ത് ചെയ്യാൻ പോകുന്നത്. അന്നേരം അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വരവ് ശരിക്കും അത് തടയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഏറെക്കുറെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ തടയാനുള്ള 2 വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന അണ്ടർ ഹുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ വിസർ ചെയ്യുക, അതായത് മേളിക്കൂടെ ഇങ്ങനെ പിടിക്കുക. അന്നേരത്തേക്ക് ഇതുപോലെ തന്നെ ഇപ്പം കുറച്ച് നേരത്തെങ്കിലും പിടിച്ച് വെക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെങ്ത് ഫാക്ടറാണ് ശരിക്കും നമുക്ക് കാണേണ്ടത്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇവിടെ സ്ട്രോങ്ങർ കൈ ആരാണ്. അതായത് നമുക്കൊരിക്കലും ഖംസത്തിന് സ്ട്രെങ്ത് മാച്ച് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റേ ഖംസത്ത് വേഴ്സസ് ബേൺസ് ഫൈറ്റിൽ ഗിൽബർട്ട് ബേൺസ് ഖംസത്തിനെ ഒരു സിംഗിൾ ലെഗ് പിടിച്ചിട്ട് എടുത്ത് പൊക്കാൻ നോക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടേ. പക്ഷേ ഖംസത്ത് അവിടെ നിന്ന് അനങ്ങിയില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഖംസത്ത് ഭയങ്കര സ്ട്രോങ്ങർ കൈയാണ്, ഏറെക്കുറെ അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉള്ള ആളാണ് DDP. അതിന് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് DDPക്ക് ഖംസത്തുമായിട്ട് ഫിസിക്കലി മാച്ച് ചെയ്യാൻ പറ്റുമോ, അതായത് സ്ട്രെങ്ത് വൈസ് ഖംസത്തുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കുന്നത്. അതിന് അങ്ങനെ DDPക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതുപോലെ ആ ഒരു ടേക്ക് ഡൗൺ അറ്റംപ്റ്റ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിൽ നിന്ന് ബാക്ക് ടേക്ക് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഖംസത്തിന് പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖംസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മെൻ്റലി അത്ര സ്ട്രോങ്ങർ ഗൈ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മറ്റേ ലൂക്ക് റോക്ക്ഹോൾഡ് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അതിനകത്തിൽ പറയുന്ന ഇതാണ് ബേസിക്കലി ഖംസത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ആവുക എന്നൊരു ടൈപ്പ് ആളാണ്. അതായത് ഖംസത്ത് നേരെ പോയി ജയിക്കാൻ നോക്കും, പക്ഷേ അത് നടന്നില്ലെങ്കിൽ ഖംസത്ത് മെൻ്റലി തകർന്നു പോകും, അല്ലെങ്കിൽ ഖംസത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിലായിപ്പോവും. അന്നേരം ഖംസത്ത് ഇതുപോലെ തന്നെ ഭയങ്കര സൂപ്പർ ടാലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ജിമ്മിലുള്ള എല്ലാവരെയും ഇതുപോലെ പുള്ളി പിടിച്ച് സബ്മിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ഖംസത്തിൻ്റെ അറ്റാക്സ് ഡിഫെൻഡ് ചെയ്യാൻ DDPക്ക് എത്രത്തോളം പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ശരിക്കും നോക്കേണ്ടത്. അതായത് നമുക്കറിയാം ഫസ്റ്റ് 1 or 2 റൗണ്ട്സ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് DDPയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആരുടെയാണെങ്കിലും ഖംസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആരുടെയാണെങ്കിലും മുമ്പിലെ ടാസ്ക് എന്ന് പറയുന്നത്. DDPക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അത് ശരിക്കും ആർക്കെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് DDP ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഫിസിക്കാലിറ്റി ആണെങ്കിലും ആ ഒരു സ്ട്രെങ്ത് ആണെങ്കിലും എല്ലാം കൊണ്ടും DDP അത്യാവശ്യം നല്ലൊരു വെൽ റൗണ്ടഡ് ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഖംസത്തുമായിട്ട് ആ ഒരു ഏരിയയിൽ മാച്ച് DDPക്ക് പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു 5 റൗണ്ട് ഫൈറ്റ് ആണല്ലോ. അന്നേരം ഖംസത്തിന് എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് നേരെ വന്ന് ഷൂട്ട് ചെയ്യുന്നതിന് പകരം കെയർഫുള്ളായിട്ട് നിന്നിട്ട് ടാക്ടിക്കലി എന്തെങ്കിലും പിടിക്കാൻ നോക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷേ ഖംസത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അതായത് ഖംസത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. UFC തന്നെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഫസ്റ്റ് റൗണ്ട് ഫൈറ്റേഴ്സിൽ ഒരാളാണ് ഖംസത്ത്. അങ്ങനത്തെ ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ അഗെയിൻ ആ ഒരു നേരെ പോയി ഷൂട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറയുന്ന 5 റൗണ്ട് ഫൈറ്റ് ആയതുകൊണ്ട് ഇനി ഷൂട്ട് ചെയ്യാതെ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ആയിരിക്കുമോ, കാർഡിയോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അന്നേരം ഞാനിവിടെ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് ഖംസത്തിൻ്റെ കാർഡിയോ, 2 DDPയുടെ സ്ട്രെങ്ത്. ഖംസത്തോട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ, ഫിസിക്കാലിറ്റി, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 2 പേർക്ക് ഈസി മാച്ച് അല്ല. ഖംസത്ത് എന്തുമാത്രം വലിയൊരു ത്രെട്ടാണ് നമുക്കറിയാം. പക്ഷേ DDP എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ഒരു ത്രെട്ടാണ് ഖംസത്തിന്. 2 പേരും UFC അൺഡിഫീറ്റഡ് ആണ്, 2 പേരും നല്ല ഒന്നാന്തര സ്കിൽഡാണ്. DDP ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്, സൂപ്പർ സ്കിൽഡാണ്, അല്ലെങ്കിൽ സൂപ്പർ ടാലൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം DDPയുടെ പഴയ ഫൈറ്റ്സ് കണ്ടിട്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് പഴയ ഫൈറ്റ്സ് ഇരുന്ന് കാണും, എസ്പെഷ്യലി ഇതുപോലെ ജോൺ ഡോൺസിൻ്റെ അതുപോലെ ചില പഴയ ഫൈറ്റ്സ് ഇരുന്ന് കാണും. പക്ഷേ DDPയുടെ പഴയ ഫൈറ്റ്സ് കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ആ ഒരു പഴയ ആളല്ല DDP. ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. ഞാൻ മറ്റേ ഇലിയട്ടോപ്പുരയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പം ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ആ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് കയറി വരികയാണ്. ഇപ്പോൾ DDPയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ആദ്യത്തെ ഫൈറ്റുകളിലൊക്കെ ഇതുപോലെ DDP ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിയിട്ട് പൊക്കി എടുത്തിട്ട് സ്വന്തം ദേഹത്തിരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ കൂടെ തന്നെ മറ്റേ അടിസ്ഥാനെ പിടിച്ചേ കണ്ടില്ല, നേരെ കാലയിൽ പോയി വീണിട്ടൊക്കെ വലിച്ചിടുക, ഇതുപോലത്തെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഗൂഫി സ്റ്റൈലാണ്, പക്ഷേ അത് വർക്ക് ചെയ്യും. മാത്രമല്ല DDP ഭയങ്കര സ്പീഡിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് DDP ഭയങ്കര ആക്റ്റീവ് ഫൈറ്ററാണ്. അതായത് കണ്ടിന്യൂസ്ലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിന് ഓരോ ഫൈറ്റിൽ നിന്ന് ഓരോ ലെസൺസ് ഉൾക്കൊണ്ടിട്ടാണ് DDP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കംസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കംസത്ത് ഭയങ്കര ഇന്നാക്റ്റീവാണ്. കംസത്തിൽ ജിമ്മിലുള്ളവരൊക്കെ തോപ്പിക്കുമായിരിക്കും, പക്ഷേ ഒരു റിയൽ ഫൈറ്റ് എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക്, അതായത് കംപ്ലീറ്റ് 100% കൊടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു റിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു ഒക്ടങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. അതിന് ആ ഒരു എക്സ്പീരിയൻസ് കംസത്തിൽ ശരിക്കും കുറവാണ്. അതായത് കംസത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ ഓരോ സ്പാറിങ് ഇതുപോലെ ഫൈറ്റ് പോലെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു റിയൽ ഫൈറ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ DDPക്ക് അത് ആവശ്യത്തിനുണ്ട് താനും. മാത്രമല്ല ആ ഒരു 5 റൗണ്ട് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കംസത്തിൻ്റെ കാർഡിയോ എപ്പോഴും ക്വസ്റ്റ്യനിലാണ്, ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും കംസത്ത് റെഡി ആക്കിക്കൊണ്ട് വരുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ DDPയുടെ കാര്യത്തിലാണ്, DDPക്ക് മുമ്പ് ഈ കാർഡിയോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ മൂക്കിനൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓക്സിജൻ എടുക്കാൻ പറ്റത്തില്ല. DDP ആ ഒരു മൂക്കിന് സർജറി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കംപ്ലീറ്റ് ഓക്സിജനേറ്റഡ് ഡുപ്ലസി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പം പറയുകയാണെങ്കിൽ ഹീ ക്യാൻ ബ്രീത്ത് കളേഴ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതിന് ആ രീതിയിൽ മൂക്കൊക്കെ ഫിക്സ് ചെയ്തിട്ട് വന്നേക്കാണ് ഡുപ്ലസി. അതുകൊണ്ട് തന്നെ ഡുപ്ലസി 5 റൗണ്ട് ഈസിലി ഇപ്പോൾ പോകും. അപ്പം ഫസ്റ്റ് സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഡുപ്ലസി ക്ഷീണിച്ചായിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ DDP ക്ഷീണിക്കത്തില്ല. പിന്നെ ആ ഒരു പോക്ക് തന്നെ 5 റൗണ്ട് പോകും. അങ്ങനത്തെ ഒരു വിയേർഡ് ഫൈറ്ററാണ് DDP. അത് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് DDP വേഴ്സസ് സ്ട്രിക്ലാൻഡ് ഫൈറ്റാണ്. സ്ട്രിക്ലാൻഡിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്ട്രിക്ലാൻഡിനെ ആ രീതിയിൽ ഔട്ട് സ്ട്രൈക്ക് ചെയ്ത ആൾക്കാർ വളരെ കുറവാണ്. ഇമവോവിനെ വരെ സ്ട്രിക്ലാൻഡ് തോപ്പിച്ചാണ്, അടിസാനെ തോപ്പിച്ചാണ്. അതായത് സ്ട്രിക്ലാൻഡിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര ഡിഫൻസിലാണ് സ്ട്രിക്ലാൻഡ് ഫൈറ്റ് ചെയ്യുന്നത്. മറ്റേ പൗളോ കോസ്റ്റയായിട്ട് നമ്മൾ കണ്ടതാണ്. കാര്യം പൗളോ കോസ്റ്റയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പോയി. അതിന് ആ രീതിയിൽ ഡിഫൻസീവ് ആ ഒരു ഫില്ലിഷിലൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് സ്ട്രിക്ലാൻഡ്. ആ ഒരു സ്ട്രിക്ലാൻഡായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും കരുതി, ഞാൻ അന്ന് ലൈവ് കണ്ടപ്പോൾ ഞാൻ കരുതി സ്ട്രിക്ലാൻഡ് ആയിരിക്കും ജയിച്ചതെന്ന്. പക്ഷേ പിന്നീട് റീവാച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ സൂപ്പർ റേസർ തിൻ ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഹാർഡർ ഷോട്ട് ചെയ്തേക്കുന്നത് DDP ആണ്. അതുകൊണ്ട് DDP ജയിച്ചു. അതായത് സെക്കൻഡ് ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്കറിയായിരുന്നു സ്ട്രിക്ലാൻഡ് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. അതായത് ഇപ്പോൾ സ്ട്രിക്ലാൻഡ് ആ ഒരു ഫിലിഷ്യൽ സ്റ്റൈലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ സ്ട്രിക്ലാൻഡൊന്നും ചെയ്യാനുമില്ല. അതായത് നമ്മളിതുപോലെ കരുതി DDP ഇപ്പം ഗ്രൗണ്ട് ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേക്ക് ഡൗൺസ് എന്തെങ്കിലും പരിപാടിയായിട്ട് വരുമെന്ന്. പക്ഷേ DDP സ്ട്രിക്ലാൻഡിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. 5 റൗണ്ട് ഔട്ട് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. അതത്ര നിസ്സാര കാര്യമല്ല. അന്നേരം DDP ഇമ്പ്രൂവ് ചെയ്ത് വന്നെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ. അതായത് കഴിഞ്ഞ പ്രാവശ്യം DDP എവിടെയാണോ ലാക്ക് ചെയ്തത് അതേ കാര്യം DDP അത്രയും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതിന് ആ രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണ് DDP. അതിന് DDP ഇതുപോലെ തന്നെ, അതായത് എനിക്ക് മെൻറ്റാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആരാന്ന് വെച്ചാൽ വാടാന്നുള്ള രീതിയിലാണ് DDP. അതായത് ആര് വരുന്നു DDP കെയർ ചെയ്യത്തില്ല. കംസത്ത് അടുത്ത, അതായത് ഇപ്പം മറ്റേ സ്ട്രിക്ലാൻഡ് ഫൈറ്റിന് മുമ്പ് തന്നെ DDP പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കംസത്തിനെ ഫൈറ്റ് ചെയ്യാണെന്ന് DDP പറഞ്ഞു. പിന്നെ സ്ട്രിക്ലാൻഡ് ഫൈറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഓക്കെ സ്ട്രിക്ലാൻഡ് ആ ഒരു ക്ലോസ് ഫൈറ്റൊക്കെ മാറ്റി കളയാം എന്നുള്ള രീതിയിലായിരുന്നു. അതിന് DDP ഇതുപോലെ കംസത്തിന് നല്ല ത്രെറ്റാണ്. അതിനെ പറഞ്ഞല്ലോ സ്റ്റാൻഡപ്പ് ആണെങ്കിൽ DDP ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാര്യം DDPക്കെതിരെ ബ്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം DDPക്ക് നല്ല ഒന്നാന്തരമായിട്ട് ബ്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ കംസത്ത് മെൻ്റലി ബ്രേക്ക് ആവുന്നത് ആ ഒരു ബ്രോളിങ്ങിലാണ്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. കംസത്ത് നേരെ പോയി ഷൂട്ട് ചെയ്യുക, ബാക്ക് ടേക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ഇതായിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്കറിയത്തില്ല. DDP അതിനെ സർവൈവ് ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. എനിക്ക് ശരിക്കും കംസത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട്. അതായത് എനിക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടമാണ്. DDP അപ്പം ഓൺ മൈക്ക് പേഴ്സണാലിറ്റി ആണെങ്കിലും എനിക്ക് DDP ആദ്യമേ വലിയ ഇഷ്ടമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇപ്പം പുള്ളി കൊള്ളാം. ഒരു നല്ല ഒന്നാമതൊരു ഒരു ചാമ്പ്യൻ മെറ്റീരിയൽ തന്നെയാണ്. ഒരു മെൻറ്റാലിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഒരു ഫൈറ്ററാണ് DDP. അതുപോലെ തന്നെ ടാലൻ്റ് ആണ്, എല്ലാം കൊണ്ടും ഇനിയും പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. കംസത്തിൻ്റെ കാര്യമാണെങ്കിൽ അതിനേക്കാളുമാണ്. കാര്യം നമ്മൾ 2020 മുതൽ വെയിറ്റ് ചെയ്യുകയാണ് ഇവൻ ചാമ്പ്യനായി കിട്ടാൻ വേണ്ടിയിട്ട്. അന്നേരം കംസത്തിന് തോക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി വല്ല KO അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല, ഉള്ള കാര്യം പറയല്ല. അതായത് ഇപ്പം KO ആയിട്ടില്ല, കൈയൊക്കെ പൊക്കയൊക്കെ കിടക്കത്തില്ല, അങ്ങനെ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഒരാഴ്ച പോയി കിട്ടും. ഇപ്പോൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി പറയുന്നത്. ഇപ്പോൾ കംസത്തൊക്കെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹൃദയം ഇടിച്ച് നമ്മൾ വായി വരത്തില്ല, ആ രീതിയിൽ ഭയങ്കര ഒരു പ്രഷറാണ് ശരിക്കും. അന്നേരം ആ ഒരു ഫീലിങ്ങിലാണ് ശരിക്കും കംസത്തിനൊക്കെ ഫൈറ്റ് കാണുന്നത്. അതിന് കംസത്തൊക്കെ തോറ്റ് കഴിയുക, എസ്പെഷ്യലി KO അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുകയാണെന്നൊക്കെ. ഈ ഒരു സെയിം ഫീലിങ് മറ്റേ നമ്മുടെ ദീപക് അശോകൻ ചേട്ടൻ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടായിരുന്നു. അതായത് അതെനിക്കുള്ള റിപ്ലൈ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫൈറ്റർ തോറ്റ് കഴിഞ്ഞാൽ വേറെ ആർക്കും യാതൊരു സങ്കടവും വരത്തില്ല, അതായത് ഫാൻസിന് യാതൊരു സങ്കടവും വരത്തില്ല. ആകെ സങ്കടം ഉണ്ടാകുന്നത് ആ ഫൈറ്ററിനും ആ ഒരു ഫൈറ്ററിൻ്റെ ഫാമിലിക്കും മാത്രമാണ്. അല്ലാതെ ആ ഫൈറ്ററിൻ്റെ ഫാൻസിനോ അല്ലെങ്കിൽ ആ ഫൈറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ യാതൊരു വിഷമവും വരത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം അന്ന് ആ ഒരു സംസാരം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മഹാശിവൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ എനിക്കൊരു ഫേവറേറ്റ് ഫൈറ്റർ ഉണ്ടെങ്കിൽ
ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റർ തോക്കരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇസ്ലാം മഖാശിൻ്റെ കാര്യം ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാം മഖാശി ഫാൻസില്ല, ഇസ്ലാം മഖാശി തോക്കുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇസ്ലാം മഖാശി ബിലിയെ ഫൈറ്റ് ചെയ്യേണ്ട, പകരം ജസ്റ്റിൻ ഗേജിയെ ഫൈറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് പുള്ളി അത് പറഞ്ഞത്. ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ചിന്തിക്കും, ഫാൻസ് അങ്ങനെ ചിന്തിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഇസ്ലാം മഖാശി ഫാൻസ് ഒന്നടങ്കം പറയുന്നൊരു കാര്യം ഇതാണ്, ഇലിയേം അർമാനും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അതിലെ വിന്നർ ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്യട്ടെ എന്ന്. അതിൻ്റെ കാര്യം ഇതാണ്, അതായത് ഇസ്ലാം മഖാശിനെ ലൈവിൽ തോപ്പിക്കാൻ പറ്റുന്ന രണ്ട് പേരാണ് ഇലിയ ടൊപ്പരയും അർമാനും. ഇവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ഒരാളും എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇസ്ലാം മഖാശിൻ്റെ അത്രയും കോമ്പറ്റീഷൻ കുറവല്ലേ. അത് ഫാൻസ് അങ്ങനെ പറയും. അത് നമ്മൾ ഇപ്പം എനിക്കൊരു ഫേവറേറ്റ് ഫൈറ്റർ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇസ്ലാം മഖാശി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫൈറ്റർ ആയിരുന്നെങ്കിൽ, അതായത് എനിക്ക് മഖാശിനെ ഇഷ്ടമാണ്, പക്ഷേ എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ മഖാശിയും ഇലിയും കൂടെ വന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു എനിക്ക് ആ ഒരു സൈഡ് പിടിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതിൻ്റെ മഖാശി ഫാൻസ് അത് പറയുന്നത് ക്ലിയർലി അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളിക്കാരെ ഇതുപോലെ പറഞ്ഞായിരുന്നു, നമുക്ക് ഫാൻസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈറ്റ് ഫാൻസിന് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നുന്നില്ല, ആ ഒരു സങ്കടം ഫാമിലിക്ക് മാത്രമേ തോന്നത്തുള്ളൂ. അത് ചിലപ്പം ചേട്ടൻ ഞങ്ങളെക്കാളും എൽഡർ ആയതുകൊണ്ടും ആ ഒരു മെച്യൂരിറ്റി ഉള്ളത് കൊണ്ടും തോന്നുന്നതായിരിക്കും. പക്ഷേ എനിക്ക് നല്ല സങ്കടം വരും ഉള്ള കാര്യം പറഞ്ഞാൽ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇസ്ലാം മഖാശി വേഴ്സസ് അലക്സാണ്ടർ വോൾക്കനോസ്കി 2 ഫൈറ്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഫൈറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ മഖാച്ചിൻ്റെ സൈഡിലായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞാൽ ഇസ്ലാം മഖാശി വേഴ്സസ് അലക്സാണ്ടർ വോൾക്കനോസ്കി ഫസ്റ്റ് ഫൈറ്റ് ആ ഒരു എക്സ്റ്റെൻറ്റ് പോകുമെന്ന് ഞാൻ കരുതിയില്ല. ശരിക്കും അതും കൂടെ കഴിഞ്ഞപ്പോൾ ഈ വോൾക്കനോസ്കിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇതുപോലെ വോൾക്കനോസ്കി വീണ്ടും സെക്കൻഡ് ഫൈറ്റ് ഇതുപോലെ ഷോർട്ട് നോട്ടീസിൽ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് മഖാച്ചേവിനെതിരെ വോൾക്കനോസ്കി ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷേ എങ്കിലും വോൾക്കിൻ്റെ സ്കില്ലിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഒരു സെക്കൻഡ് ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഉള്ള കാര്യം പറഞ്ഞാൽ ഈ ചെറിയൊരു ആഗ്രഹം വോൾക്കനോസ്കി ഡിസിഷനിൽ ജയിക്കണം എന്നായിരുന്നു. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു തേർഡ് ഫൈറ്റ് കാണാൻ പറ്റുമല്ലോ. അതിന് മാത്രമല്ല, ഇപ്പോൾ ഒരു കിഡില ഫൈറ്റ് ഇപ്പോൾ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫൈറ്റ് കണ്ടത്. അതായത് ഇപ്പം ആ ഒരു വീണ്ടും ഒരു 5 റൗണ്ട് ക്ലാസിക്ക് നമുക്ക് കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് ഫൈറ്റ് കണ്ടത്. പക്ഷേ ഒറ്റയടിക്ക് KO ആയി പോയപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി തകർന്നു പോയി. ഞാൻ പിന്നെ അടുത്ത 2 ദിവസത്തേക്ക് ഞാൻ ആകെ ഡള്ളായിരുന്നു. മാത്രമല്ല, ഞാൻ എന്തിനാണ് ഈ അതായത് ഞാൻ ഒരു ഭീകര ഫൈറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ വോൾക്കനോസ്കി ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുമായിരുന്നു. അതിൻ്റെ വോൾക്കനോസ്കി ഇതുപോലെ സെക്കൻഡ് ഫൈറ്റിൽ KO ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് ആ USA ഞാൻ വെറുത്തുപോയി. അതായത് MMA തന്നെ ഞാൻ വെറുത്തുപോയി. അതായത് എന്ത് വൃത്തികെട്ട സ്പോർട്ടാണിത്, എന്ത് അൺപ്രഡിക്റ്റബിലിറ്റിയാണിത്. ഒറ്റ ഹെഡ് കിക്കിൽ തീർന്നത് ഭയങ്കര അൺഫെയർ ആയിട്ട്, ലൈഫ് ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു സംഭവത്തിൽ റിക്കവർ ആവാൻ ഞാൻ 2-3 ദിവസം എടുത്ത്. അങ്ങനെ അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫൈറ്റ് ഫാനിന് തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിപ്പം എനിക്കെന്നല്ല, ഇതുപോലെ ഒരുപാട് ഇപ്പം ഇസ്ലാം മഖാശിനെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഇതുപോലെ സെയിം രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഹംസത്ത് ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഹംസത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഒരാഴ്ച പോയി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ നമ്മൾ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചേട്ടൻ അങ്ങനെ തോന്നത്തില്ലായിരിക്കും. ചേട്ടൻ അതുപോലെ ഭയങ്കര മെച്യൂറായിട്ട് ആരൊക്കെ തോന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോൺസ് ഫാനാണ്, പക്ഷേ ജോൺസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചേട്ടൻ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ഞാനങ്ങനെയല്ല, എന്നെ കൂട്ടി ചിന്തിക്കുന്ന ഒരുപാട് പേരും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ. ഞാൻ ജസ്റ്റ് അന്ന് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. അതിന് മറുപടിയായിട്ട് ചേട്ടൻ ഇങ്ങനെ അങ്ങനൊന്നും തോന്നത്തില്ല, അതൊക്കെ എപ്പോൾ എന്ത് തേങ്ങയാടാ പറയുന്നതെന്നുള്ള രീതിയിലൊക്കെ ഓരോ മീംസൊക്കെ കൊണ്ടിരുന്ന കണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ആ രീതിയിൽ അത്ര ഇമോഷൻസ് ഉൾക്കൊണ്ട് കാണുന്നവർ ഉണ്ട് ഇവിടെ. ഓക്കെ, അതൊക്കെയാണ്. പറഞ്ഞത് എവിടെ കയറി പോയാന്തോ. ബൈ ദ വേ, താങ്ക്സ് ഫോർ ദ 500 സബ്സ്. താങ്ക്സ് എ ലോട്ട്. ഇപ്പം 540 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കെന്തായാലും പ്രൗഡ്ലി പറയാൻ പറ്റും, എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടോ ബന്ധുക്കളോ ആരുമില്ല അതിനകത്തിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അന്നേരം എനിക്കത് പ്രൗഡ്ലി പറയാൻ പറ്റും. കാരണം താങ്ക്സ് എ ലോട്ട്. നമുക്ക് എന്തായാലും ഗ്രാജുവലി എങ്കിലും നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. അതായത് MMA എന്തായാലും നമ്മുടെ മാനി സ്പോർട്ടല്ലേ, നമ്മുടെ ആണുങ്ങിടയിലെങ്കിലും MMA കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്ടായിട്ട് നമുക്കത് മാറ്റണം. ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചുമ്മാ ആൾക്കാർ പന്തിൻ്റെ പുറകെ ഓടുന്നത്. ഞാനും ഇതുപോലെ ഭയങ്കര ഫുട്ബോൾ ഫാനായിരുന്നു, ക്രേസി ഫുട്ബോൾ ഫാനായിരുന്നു. പക്ഷേ പിന്നീട് ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നി. മാത്രമല്ല, അതിനകത്ത് ഒരു ട്രൂ എമോഷൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതായത് ടീം സ്പോർട്ടല്ലേ, അതിന് എത്രത്തോളം വരാനായി. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ലൈഫിനെ കുറിച്ച് കുറേ പഠിപ്പിക്കുന്ന സ്പോർട്ടാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഹോൾ ഹാർട്ടഡ്ലി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്പോർട്ടാണ്. എന്തായാലും ആ ഒരു സ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാ അക്കൗണ്ട് എടുക്കുന്നത്. കാര്യം എനിക്ക് പേഴ്സണൽ അക്കൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലർ ഇതുപോലെ പറഞ്ഞു, ഒരു ചാനലുള്ളതല്ലേ, ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉള്ളത് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പേരിൽ ഞാനൊരെണ്ണം എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് എഡിറ്റ്സ്, പിന്നെ കുറച്ച് പേഴ്സണൽ സ്റ്റഫ്, ഇതൊക്കെയാണ് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എനിവേ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. അടുത്ത വീഡിയോയിൽ കാണാം.